ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാർത്ഥി ലോക ഈസിലേക്ക് സ്വാഗതം. യുക്രൈനു പിന്നാലെ തായ്വാനും മറ്റൊരു യുദ്ധക്കളമാകുമോ എന്ന ആശങ്കയിലാണ് ലോകം. ചൈനയും അമേരിക്കയും എതിർചേരികളിൽ നിന്ന് പോരടിച്ചാൽ അതിൻ്റെ ആഗോള പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ വൻ ശക്തി രാഷ്ട്രങ്ങളുടെ മറ്റൊരു ബലപരീക്ഷണ വേദിയാവുകയാണ് തായ്വാൻ. തായ്വാനെ ചൊല്ലിയുള്ള അമേരിക്കയുടെയും ചൈനയുടെയും വാക്പോര് സൈനിക ബലപരീക്ഷണത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം. തായ്വാനെ പീപ്പിൾസ് റിപ്പബ്ലിക്കിനോട് കൂട്ടിച്ചേർക്കാനുള്ള നീക്കങ്ങൾ ചൈന ശക്തിപ്പെടുത്തിയതും ചൈന ബലപ്രയോഗത്തിന് മുതിർന്നാൽ കാഴ്ചക്കാരായി നിൽക്കില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതുമാണ് തായ്വാൻ ചൈന തർക്കം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും അന്തർദേശീയ തലത്തിൽ സജീവ ചർച്ചയായത്. ചൈനയുടെ തെക്കുകിഴക്കൻ തീരത്തു നിന്ന് ഏതാണ്ട് 160 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാഷ്ട്രമാണ് തായ്വാൻ. റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് ഔദ്യോഗിക നാമം. 35,985 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ദ്വീപിൽ 2.5 കോടിയോളം ജനങ്ങളുണ്ട്. സ്വന്തമായി ഭരണഘടനയും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുമുള്ള ഈ ഭൂപ്രദേശത്തെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഭാഗമായാണ് ചൈന കാണുന്നത്. അതേസമയം തങ്ങളൊരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണെന്ന നിലപാടിലാണ് തായ്വാൻ. 1949 ഈ തർക്കം തുടങ്ങിയത്. ചൈനയിലെ ആഭ്യന്തര സംഘർഷത്തിൽ മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റുകൾ അധികാരം പിടിച്ചു. ഇതോടെ കുമിങ്താങ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ചൈനീസ് ദേശീയ സർക്കാർ ബെയ്ജിംഗ് വിട്ട് തായ്വാൻ ദ്വീപിലേക്ക് പലായനം ചെയ്തു. റിപ്പബ്ലിക് ഓഫ് ചൈന സർക്കാരിൻ്റെ ആസ്ഥാനമായി തായ്പേയ് മാറി. അതേസമയം കമ്മ്യൂണിസ്റ്റുകൾ ബെയ്ജിംഗ് ആസ്ഥാനമായി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിച്ചു. ശീതയുദ്ധത്തിൻ്റെ സ്വാധീനം ചൈന തർക്കത്തിൽ നിഴലിച്ചു. സോവിയറ്റ് യൂണിയൻ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ അംഗീകരിച്ചു. എന്നാൽ റിപ്പബ്ലിക് ഓഫ് ചൈനയെയാണ് അമേരിക്ക പിന്തുണച്ചത്. അമേരിക്കൻ പിന്തുണയുടെ ബലത്തിൽ ഐക്യരാഷ്ട്രസഭ സ്ഥിരാംഗത്വത്തിൽ റിപ്പബ്ലിക് ഓഫ് ചൈന തുടർന്നു. അപ്പോഴും തായ്വാനെ ചൈനയുടെ ഭാഗമായാണ് ബെയ്ജിംഗ് പരിഗണിച്ചത്. 1950കളുടെ തുടക്കത്തിൽ തന്നെ ബലപ്രയോഗത്തിലൂടെ ഈ ദ്വീപിനെ ചൈനയിലേക്ക് ചേർക്കാനുള്ള 2 സൈനിക നീക്കങ്ങൾ നടന്നു. അമേരിക്കയുടെ സൈനിക പിന്തുണയാണ് 2 തവണയും തായ്വാനെ രക്ഷിച്ചത്. കാലക്രമേണ ചൈനയുടെ പ്രധാന ഭൂപ്രദേശങ്ങളിൽ പരമാധികാരം സ്ഥാപിച്ച പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ ഔദ്യോഗിക ചൈനയായി ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചു. 1970കളിൽ അമേരിക്കയുടെ ചൈന നയത്തിൽ കാതലായ മാറ്റം വന്നു. തുടക്കത്തിൽ ചൈനയെ അംഗീകരിക്കാതിരുന്ന അമേരിക്ക 1979 ജിമ്മി കാർട്ടറുടെ കാലത്ത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുമായി നയതന്ത്ര ബന്ധം ആരംഭിച്ചു. മേഖലയിലെ റഷ്യൻ സ്വാധീനം തടയാനുള്ള അമേരിക്കൻ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു ഈ നയമാറ്റം. തായ്വാനുമായുള്ള ഔദ്യോഗിക നയതന്ത്ര സൗഹൃദം അവസാനിപ്പിച്ചെങ്കിലും അനൗദ്യോഗിക സഹകരണം അമേരിക്ക തുടർന്നു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുമായി നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുമ്പോൾ തന്നെ റിപ്പബ്ലിക് ഓഫ് ചൈനയെ പിന്തുണയ്ക്കുന്ന ദ്വിമുഖ തന്ത്രമാണ് അമേരിക്ക പിന്തുടർന്നത്. ബെയ്ജിംഗിൽ നയതന്ത്ര കാര്യാലയം തുറന്നതിന് പിന്നാലെ തായ്വാൻ റിലേഷൻസ് ആക്ട് പാസാക്കി തായ്പേയ് സർക്കാരിനോടുള്ള പ്രതിബദ്ധത അമേരിക്ക പ്രകടിപ്പിച്ചു. തായ്വാനുമായുള്ള വ്യാപാര സാംസ്കാരിക ബന്ധം ഊഷ്മളമായി തുടരുമെന്നും തായ്വാൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും 1949 ഏപ്രിൽ 10 അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ തായ്വാൻ റിലേഷൻസ് ആക്ട് അടിവരയിട്ടു. പ്രതിരോധ രംഗത്ത് തായ്വാൻ അമേരിക്കയുടെ കൈയയച്ചുള്ള സഹായം കിട്ടി. ത്യുവാനിലെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തായ്വാൻ വഴിയാണ് അമേരിക്ക തായ്വാൻ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. യഥാർത്ഥത്തിൽ തായ്വാനിലെ അമേരിക്കൻ നയതന്ത്ര കാര്യാലയത്തിൻ്റെ ചുമതലയാണ് AIക്ക് വഹിച്ചു വരുന്നത്. ഇങ്ങനെയെല്ലാമാണെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം അമേരിക്ക തന്ത്രപരമായ അവ്യക്തത നിലനിർത്തിയിരുന്നു. തായ്വാനെതിരെ സൈനിക നടപടി പാടില്ലെന്ന ഉറച്ച നിലപാടെടുത്തെങ്കിലും സൈനിക നീക്കമുണ്ടായാൽ 1950കളിലെ തായ്വാൻ പ്രതിസന്ധിയിൽ ഇടപെട്ടതുപോലെ നേരിട്ടുള്ള സൈനിക നടപടിയിലേക്ക് അമേരിക്ക നീങ്ങുമോ എന്ന കാര്യത്തിലായിരുന്നു ബോധപൂർവമായ ആ അവ്യക്തത. തന്ത്രപരമായ അവ്യക്തത എന്ന ഈ നയമാണ് ജോ ബൈഡൻ ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത്. തായ്വാനെതിരായ ചൈനയുടെ ബലപ്രയോഗത്തെ സൈനികമായി ചെറുക്കുമെന്ന അമേരിക്കൻ നിലപാട് ചൈന തായ്വാൻ തർക്കം അമേരിക്ക ചൈന സംഘർഷമായി വികസിക്കാനിടയാക്കിയത് ട്രംപ് ഭരണകാലത്തെ വ്യാപാര ബുദ്ധ പശ്ചാത്തലത്തിലാണ്. തായ്വാൻ വിഷയത്തിൽ ചൈനയോടുള്ള നിലപാട് അമേരിക്ക കടുപ്പിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളത്തെ രാജ്യത്തെ പ്രധാന വാർത്തയുടെ വിശകലനവുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.